ഈ സ്കൂൾ തലത്തിലെ കാര്യങ്ങളാണ് മാഷ് കൂടുതലായിട്ട് സംസാരിച്ചത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് എത്തുമ്പോൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തുമ്പോൾ എത്രത്തോളം മാറ്റങ്ങളാണ് ഈ NEP കൊണ്ട് ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെയാണ് അതിൻ്റെ? സ്കൂൾ വിദ്യാഭ്യാസ തലത്തിലെ കാര്യം കൂടി ഒന്ന് ടച്ച് ചെയ്താൽ, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കഴിഞ്ഞ രണ്ടിലും നമ്മൾ 100% പ്രവേശനം എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് 8ാം ക്ലാസ് വരെ എന്നായിരുന്നു. അത് നമ്മൾ 12ാം ക്ലാസ് വരെ എന്നുള്ള ലക്ഷ്യമാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്നത്. അത് അച്ചീവ് ചെയ്യാനുള്ള കുറേ 8ാം ക്ലാസ് വരെ കഴിഞ്ഞ ഈ സമഗ്ര ശിക്ഷാ അഭിയാനിലൂടെ, സർവശിക്ഷാ അഭിയാൻ, സമഗ്ര ശിക്ഷാ അഭിയാനിലൂടെ അത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായ നിലയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട്. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് 50% കുട്ടികൾ എത്തിച്ചേരണം. അപ്പോൾ ആ രീതിയിൽ ഒന്നാമത്തത് നമ്മുടെ എൻറോൾമെൻറ്റ് എങ്ങനെ വർദ്ധിച്ചു എന്ന് നോക്കിയാൽ, ഇപ്പോൾ ഉള്ള കണക്ക് ഞാൻ പറയാം. അതിനനുസരിച്ചുള്ള സ്ഥാപനങ്ങൾ 2014 51,534 51,000 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് ഇന്ന് 64,000-ലധികമായിട്ടുണ്ട്. 64,746 എന്ന് പറഞ്ഞാൽ 26% സ്ഥാപനങ്ങളുടെ വളർച്ച ഒരു 10 വർഷം കൊണ്ട് ഇതിലുണ്ടായതിൽ ഏറ്റവും കൂടുതൽ വളർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ 6 വർഷത്തിനുള്ളിലാണ്. 10 വർഷം ഈ NEP ഡോക്യുമെൻ്റ് വന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം. അതേപോലെ തന്നെ നമ്മുടെ സർവകലാശാലകളുടെ എണ്ണം ഏകദേശം 70% വളർച്ച. ഈ നേരത്തെ പറഞ്ഞ അതേ കാലഘട്ടത്തിൽ 760 സർവകലാശാല ഉണ്ടായിരുന്നത് ഇപ്പോൾ 1289 സർവകലാശാലകളായിട്ട് മാറിയിട്ടുണ്ട്. എൻറോൾമെൻറ്റ് റേഷ്യോ നോക്കിയാൽ കുട്ടികളുടെ എണ്ണം ഉന്നത വിദ്യാഭ്യാസത്തിൽ 3.4 കോടിയായിരുന്നത് ഇപ്പോൾ 4.5 കോടി, 31% വളർച്ച. അപ്പോൾ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കോളേജുകൾ, ഏത് തരം കോളേജുകളാകാം, അതിൽ സർവകലാശാലകളുടെ എണ്ണത്തിൽ വന്ന വലിയ മാറ്റം. അതിൽ സ്വകാര്യ പങ്കാളിത്തം കൂടി, നല്ല രീതിയിലുള്ള സ്വകാര്യ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ആ സ്വകാര്യ സ്ഥാപനങ്ങളിലെ നല്ല റെഗുലേഷൻ നമ്മൾ നോക്കുന്നത് കൊണ്ട്, നമ്മളെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും മറ്റ് സംവിധാനങ്ങളും നോക്കുന്നത് കൊണ്ട് NEP നടപ്പാക്കുന്നതിൽ കൂടുതൽ ഒരു താല്പര്യം, കാരണം മാറ്റത്തിന്, കാരണം 21ാം നൂറ്റാണ്ടിൻ്റെ വിദ്യാഭ്യാസമാണ് NEP മുന്നോട്ട് വയ്ക്കുന്നത്. 21ാം നൂറ്റാണ്ടിൻ്റെ വിദ്യാഭ്യാസം നടപ്പാക്കാൻ അവർ തയ്യാറാകുന്നതുകൊണ്ട് കുട്ടികൾ വളരെ വലിയ തോതിലാണ് അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ തമിഴ്നാട്ടിൽ യാത്ര ചെയ്ത സമയത്ത് അവിടുത്തെ ഈ പുതിയ ബാച്ച് വരുന്ന പരിപാടിയിൽ അവിടുത്തെ പ്രമുഖനായ വിദ്യാഭ്യാസ ഓഫീസർ ഉണ്ടായിരുന്നു. 36 ഗവൺമെൻറ് കോളേജുകളിൽ സയൻസ് വിഷയങ്ങളിൽ വളരെ ചെറിയ പ്രവേശനമാണ് നടന്നിരിക്കുന്നത്. എന്നാൽ പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള കോളേജുകളിൽ കോഴ്സുകൾക്ക് നിരവധി കുട്ടികൾ വരുന്നു. അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായ കോഴ്സുകളും കോളേജുകളുടെ സ്ട്രക്ചറുകളും മാറ്റാത്ത പൊതു സംവിധാനങ്ങൾ മാറ്റുന്ന, പുതിയ കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളിവിടെ കച്ചവടവൽക്കരണം നടത്തുന്നു എന്ന് പറഞ്ഞ കാര്യമില്ല. കുട്ടികളുടെ സമൂഹത്തിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ഈ മേഖലയെ മാറ്റിയേ പറ്റുള്ളൂ. എന്താണ് അവിടുത്തെ കോഴ്സ് പുതിയതായിട്ട് മാറ്റിയിട്ടുണ്ടോ? 25 വർഷം മുമ്പ്, 30 വർഷം നമ്മൾ പഠിച്ചിരുന്ന BSc മാത്തമാറ്റിക്സ് സിലബസും കെമിസ്ട്രിയിലെ സിലബസും അതിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ടോ, ബാക്കി മാറ്റേണ്ടി വരും. ഇന്നത്തെ ആ കുട്ടിയെ ഉയർന്ന പഠനത്തിലേക്കും ഗവേഷണത്തിലേക്കും തൊഴിലിലേക്കും 3ാം വർഷം 4ാം വർഷം ഓറിയൻറ്റ് ചെയ്യാൻ സാധിക്കണം നമ്മളെ കോഴ്സുകൾക്ക്. അത് ചെയ്യണം. അത് അങ്ങനെ വലിയൊരു മാറ്റം കൂടി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ കോളേജുകളിലൊക്കെ പുതിയ രീതിയിലുള്ള കോഴ്സുകൾ, അങ്ങനത്തെയൊക്കെ മാർക്കറ്റിനനുസരിച്ച്, അതായത് 21ാം നൂറ്റാണ്ടിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ചിട്ടുള്ള കോഴ്സുകളൊക്കെ ഈ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കുട്ടികൾ ചേരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പണ്ടുണ്ടായിരുന്ന പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങളുണ്ടല്ലോ, അത്തരം വിഷയങ്ങളിലേക്ക് കുട്ടികൾ ചേരുന്നത് കുറയുമ്പോൾ അത്തരം മേഖലകളിലുള്ള വളർച്ച, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന വളർച്ചയ്ക്ക് ഒരു കോട്ടം തട്ടില്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളും മറ്റു വിഷയങ്ങളും മാനവിക വിഷയങ്ങളും അത് പഠിക്കാൻ കുട്ടികളില്ല. നേരത്തെ ഞാൻ തമിഴ്നാടിൻ്റെ ഉദാഹരണം പറഞ്ഞു. അത് വളരെ ഗൗരവത്തോട് ആക്കണം. കാരണം അടിസ്ഥാനശീല ഇല്ലാതെ ഇപ്പോൾ നമുക്ക് പുതിയ മേഖല
ഏത് തന്നെ ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, AI ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോ ടെക്നോളജി ആയിക്കോട്ടെ, ബയോ ഫിസിക്സ് ആയിക്കോട്ടെ, ഇങ്ങനെ വ്യത്യസ്തമായ പഠന മേഖലകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനമായുള്ള ബയോളജിക്കൽ സയൻസുകൾ, ഫിസിക്കൽ സയൻസായ കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ്, അതിൻ്റെ വ്യത്യസ്തമായ മാത്തമാറ്റിക്സ് ചിലപ്പം എൻജിനീയറിംഗ് മേഖലയ്ക്ക് ബേസ് ആയിട്ടായിരിക്കും, ചിലത് കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സിലേക്കായിരിക്കും. ഇതിനനുസരിച്ച് നമ്മളുടെ ആ രംഗത്ത് പ്രഗത്ഭരില്ലെങ്കിൽ, വിദ്യാർത്ഥികളില്ലെങ്കിൽ നാളെ ഇതൊന്നും നിലനിൽക്കില്ല. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധയോടെ സ്കൂൾ തലത്തിൽ തന്നെ ഇതിലേക്കൊരു വലിയ കാര്യം നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പം STEM എന്ന് പറയുന്നത് നമുക്കറിയാലോ, സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്തമാറ്റിക്സ്. അതിലേക്ക് ആർട്സും കൂടി ചേർക്കണം. മറ്റു വിഷയങ്ങളെല്ലാം ഒരു സമൂഹത്തിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ച് എല്ലാ വിഷയങ്ങളിലും തുല്യ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ സാമൂഹ്യ ഘടന തകർന്നു പോകും. അപ്പോൾ ആ ഓറിയൻറ്റേഷൻ നമ്മൾ സ്കൂൾ തലത്തിലേ ആരംഭിക്കേണ്ടതുണ്ട്. +2 തലത്തിൽ സയൻസിന് കുട്ടികളുണ്ട്, പക്ഷേ ഡിഗ്രി തലത്തിലില്ല. സയൻസ് അടിസ്ഥാന ശാസ്ത്രങ്ങൾക്ക്. അപ്പോൾ കുട്ടികൾക്ക് ഒരു മിഥ്യാധാരണയാണ് ടെക്നോളജി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ജോലി സാധ്യത, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ്. ഈ എല്ലാ പ്രൊഫഷണൽ കോഴ്സിൻ്റെയും പിറകിൽ അടിസ്ഥാന ശാസ്ത്രം പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി രംഗത്താണ്. സൈബർ സെക്യൂരിറ്റിയുടെ അടിസ്ഥാനമായിട്ട് വരുന്ന നമ്പർ തിയറി, ഗണിതം, അവിടെ പുതിയ രാമാനുജൻ്റെ നമ്പർ തിയറിയിൽ ആണ് നിൽക്കുന്നത്. അദ്ദേഹം വളരെ അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ അതിലെത്ര ആൾക്കാർ ഗവേഷണം നടത്തണം? അടുത്ത ഒരു രംഗത്തേക്ക് ഇത് മാറണ്ടേ? കാരണം ഓരോ ദിവസവും ഈ രംഗത്ത് ചാലഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചാലഞ്ചസിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കണം? അതിന് ഈ യവനികയ്ക്ക് പിറകിൽ, കർട്ടന് പിറകിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന ശാസ്ത്രത്തിൽ രംഗത്ത് പഠിക്കുകയും ഗവേഷണം നടത്തുന്നത്. ആ ഗവേഷണം അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലോ നമ്മൾ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ ഓറിയൻറ്റ് ചെയ്യണം. ഇപ്പം മാർക്കറ്റിലെ ഡിമാൻഡിനനുസരിച്ച് പല ആൾക്കാരും ഒരു വൈകാരികമായിട്ടാണ് കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത്.